7 integral 0 to 1 x into 1 minus x whole raised to n dx. അപ്പോൾ ഇത് 1 മൈനസ് എക്സിനാണ് ഹോൾ റേസ് ടു n, എക്സ് ഒരു സിംഗിൾ ടേം ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ്. എന്തായിരുന്നു പ്രോപ്പർട്ടി? 0 to a എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഏകദേശം ഇത് കാണാതായിട്ടുണ്ടാകും. എഫ് ഓഫ് എക്സ് ഡി എക്സിൽ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? എക്സ് മൈനസ് എ കൊടുക്കാൻ പറ്റും. എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ എ മൈനസ് എക്സ് എന്തായിരിക്കും? 1 മൈനസ് എക്സ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, 0 to 1. ഇനി എക്സിന് റീപ്ലേസ് ചെയ്തിട്ട് എന്താണ് കൊടുക്കുന്നത്? എ മൈനസ് എക്സ്. ഇവിടുത്തെ എ ആരാണ്? 1 മൈനസ് എക്സ്. അപ്പോൾ ഇനി എക്സ് അല്ല, എക്സിൻ്റെ പ്ലേസിൽ എന്താണ്? 1 മൈനസ് എക്സ്. അഗെയിൻ 1 മൈനസ്, വീണ്ടും എക്സ് വന്നു. എക്സ് വരുന്ന എല്ലാ പ്ലേസിലും എന്താ കൊടുക്കുന്നത്? 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അപ്പോൾ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് എന്ത് കൊടുത്തു? 1 മൈനസ് എക്സ്. എവിടേക്കാണോ എക്സ് കാണുന്നത് അവിടെയൊക്കെ 1 മൈനസ് എക്സ് കൊടുത്തു. അഗെയിൻ 0 to 1 1 മൈനസ് എക്സ് ഇൻറ്റു, ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 1 മൈനസ് ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഈ +1 -1 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അവിടെ ബാലൻസ് ആയിട്ട് ആരാണുള്ളത്? ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ്. ഇനി ആ 1ഉം -1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഇനി അവിടെ എന്താണുള്ളത്? എക്സ് റേസ് ടു എൻ ഡി എക്സ് മാത്രമാണുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ എളുപ്പമാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഇത് ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്തായി മാറും? എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എന്നും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വരിക? എക്സ് റേസ് ടു എൻ പ്ലസ് 1. ഇതിനെയാണ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതോടുകൂടി ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിലേക്ക് മാറി. ഇനി നമ്മൾ സാധാരണ ഇൻറ്റഗ്രേഷൻ എക്സ് റേസ് ടു എൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്താണ്? അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0. മൈനസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1നെ ഇൻറ്റഗ്രേറ്റിൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. ഓക്കെ, ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് എന്താണ്? 1. ഇനി നേരെ ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തായിരിക്കും? 1 റേസ് ടു 1 എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 അല്ലേ? മൈനസ് 0 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 മൈനസ്, ഇനി ഇവിടെ എന്തായിരിക്കും വരിക? 1 റേസ് ടു എൻ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. എക്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കേണ്ടത്. 0 റേസ് ടു എൻ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. ഇനി സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 1ൻ്റെ പവർ എന്ത് വന്നാലും 1 ആണ്, താഴെ എൻ പ്ലസ് 1. ഇനി അവിടെ 0 ആണുള്ളത്. 0, ഈ ഒരു എക്സ്പ്രഷൻ ത്രൂ ഔട്ട് എന്തായി മാറും? 0 ആയി മാറും. മൈനസ് വീണ്ടും 1ൻ്റെ പവർ എന്ത് വന്നാലും 1 ആണ്, 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. ഇതും എന്താണ്? 0. അങ്ങനെ ഫൈനൽ ആൻസർ എന്താണ്? 1 ബൈ എൻ പ്ലസ് 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 2.